അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ കബൂലാക്കി തരട്ടെ. അറിയില്ലേ നിങ്ങൾക്ക് മഞ്ചേരിയിലെ നമ്മുടെ SYSന്റെ നേതൃത്വത്തിലുള്ള സാന്ത്വന സദനം എന്ന് പറയുന്ന വലിയ ഒരു സംരംഭമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, കോവിഡ് ശക്തമായി നിൽക്കുന്ന സമയത്ത് ഒരു നിലക്കും സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓരോരുത്തരും ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ജില്ലാ നേതൃത്വം സജീവമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് നമ്മോട് പറഞ്ഞതെന്താണ്? നമ്മുടെ വീടുകളിൽ നമ്മൾ വേണ്ടാതെ മാറ്റിവെച്ചിട്ടുള്ള വേസ്റ്റ് സാധനങ്ങൾ, സ്ക്രാപ്പ് സാധനങ്ങൾ, പൊട്ടിയ സ്റ്റൂളുകൾ, കസേരകൾ, നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള വസ്തുക്കൾ, അത്തരം വസ്തുക്കൾ നമ്മുടെ വീടുകളിൽ നിന്ന് സമാഹരിച്ച് ഓരോ യൂണിറ്റിലെയും SYSന്റെയും SSFന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും കൂട്ടുകാര് സജീവമായി രംഗത്തിറങ്ങിയപ്പോ എത്രത്തോളം എന്നറിയുമോ? നാട്ടിലുള്ള ഒരു മദ്രസ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചു നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഒന്നുകൂടെ വെളിവാക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബകാര്യങ്ങൾ പോലും പ്രതിസന്ധിയിലാകുമോ എന്ന് വരുന്ന സാഹചര്യത്തിലാണ് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് സുബ്ഹാനല്ലാഹ് ഇരിക്കുന്ന ആളുകളൊക്കെ അതിലേക്ക് പല രൂപത്തിലും സഹായിച്ചിട്ടുണ്ടാകോ. നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വേണ്ടാതെ വെച്ച പല സ്ക്രാപ്പ് സാധനങ്ങളും, പൊട്ടിയ കസേരകളും, സ്റ്റൂളുകളും, പ്ലാസ്റ്റിക്കുകളും, ഇരുമ്പുകളും നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ കൊടുത്തതെന്താന്ന് പോലും പലർക്കും ഓർമ്മയുണ്ടാകൂല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മഞ്ചേരി നിങ്ങൾ ആ സാന്ത്വന സദനത്തിൽ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണേ ഉപ്പമാരെ, ഒന്ന് പോയി നോക്കണേ സഹപ്രവർത്തകരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടേക്ക് കടന്നു ചെല്ലുമ്പോ ആ സാന്ത്വന സദനത്തിന്റെ മുഖവുരയിൽ, അതിന്റെ സിറ്റൗട്ടില് നമ്മെ സ്വീകരിക്കാനിരിക്കുന്ന പ്രായമായ ഉപ്പമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്. ആരുമാരും സഹായിക്കാനില്ലാത്തവരാണ്, കുടുംബങ്ങളില്ലാത്തവരാണ്, ആശ നഷ്ടപ്പെട്ടു പോയവരാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവരാണ്. ഒരു വേള തെരുവോരങ്ങളിൽ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് തെരുവോരങ്ങളുടെ മക്കളായി മാറേണ്ട ഉപ്പമാർ അവസാന ജീവിതത്തിന്റെ അവസാന കാലത്ത് ഒരാളും സംരക്ഷിക്കാനില്ലാതെ വരുന്ന പ്രിയപ്പെട്ട ഉപ്പമാര് വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും അന്യമതസ്ഥരുടെ കേന്ദ്രങ്ങളിലോ പോയിട്ടും അവസാനം ഈമാനില്ലാതെ മരണപ്പെട്ടു പോകേണ്ട സാഹചര്യമുണ്ടാകേണ്ടിടത്ത് അത്തരം ഉപ്പമാരെ ഏറ്റെടുത്ത്, അത്തരം പ്രായമുള്ള വയോധികരായ ആളുകളെ ഏറ്റെടുത്ത് സുബ്ഹാനല്ലാഹ് നമ്മൾ കൊടുത്ത ഓരോ സ്ക്രാപ്പ് കൊണ്ടും നമ്മൾ നിർമ്മിച്ച സാന്ത്വന സദനത്തിൽ അവർക്ക് വേണ്ടി മരുന്ന് കൊടുക്കുന്നു, അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വേണ്ട ആത്മീയമായ ഉപദേശങ്ങൾ കൊടുക്കുന്നു, കൃത്യമായി നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. നിരന്തരം അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് ഈ പ്രസ്ഥാനം അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും 15 ആളുകളുണ്ടാകും, 10 ആളുകളുണ്ടാകും, 20 വരെ ആളുകളുള്ള സമയമുണ്ടായിട്ടുണ്ട്. അവിടെ വെച്ച് പല ഉപ്പമാരും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് കണ്ണടക്കാൻ സാധിച്ചവർ ആ സാന്ത്വന സദനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ച സ്ക്രാപ്പ് സാധനങ്ങൾ കൊണ്ട് എത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ സാന്ത്വന സദനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഓർമ്മയില്ലെങ്കിലും, നമ്മുടെ കൽബിലെ ചിന്തയില്ലെങ്കിലും അതിനുവേണ്ടി അധ്വാനിച്ച എന്റെ പ്രവർത്തകരെ ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒഴിവ് കിട്ടുമ്പോ നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കണം, അവിടെയുള്ള പ്രവർത്തനങ്ങൾ കാണണം, അവരോടൊന്ന് സംസാരിച്ചു നോക്കണം. കുടുംബത്തിൽ ഇന്നലകളിൽ പലപ്പോഴും കുടുംബങ്ങളിൽ ജീവിച്ചവരാണ്, ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ടു പോയ